ഹായ് ഫ്രണ്ട്സ്, കനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുമഴയത്ത് ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ ചക്കപ്പുഴുക്കാണ് ഇന്നത്തെ ഐറ്റം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കതാ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. മുകൾ ഭാഗം വരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിലതിന് 3 വിസിലൊക്കെ ആവശ്യമായിട്ടുണ്ടാവും കേട്ടോ. ചില ചക്കയ്ക്ക് നല്ല വേവുണ്ടാവും. ഇതിന് 2 വിസിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വിസിലടിയുന്ന സമയത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. വലിയ മുളകായതുകൊണ്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് മോളെ നിർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്ത ചക്കയിലേക്ക് ഇട്ട് ഒടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കടയുന്ന കോല കൊണ്ട് തന്നെയാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നത്. ഈ ഒരു അരപ്പിൽ ചിലർ ജീരകമൊക്കെ ചേർക്കാറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവോടെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ ഒരുങ്ങാണ്. ഇതിന് ബീഫ് കറി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ രുചി കൂടും. അപ്പോൾ ഞാൻ ഇത് പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് കഴിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.